പ്രസംഗ മത്സരത്തിൽ തീപ്പൊരി പ്രസംഗം നടത്തിയ ഒരു ഉണ്ണികൃഷ്ണൻ, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. മത്സരം കഴിഞ്ഞു അല്ലേ? മുഴുവൻ മത്സരം കഴിഞ്ഞു, റിസൾട്ട് വന്നു. എന്താണ് അടുപ്പിച്ചു പിടിക്കാം? എ ഗ്രേഡ് ആണല്ലേ? അപ്പോൾ ഈ ഹൈസ്കൂൾ വിഭാഗമായിരുന്നു, ഹയർ സെക്കൻഡറി വിഭാഗം? ഹൈസ്കൂൾ വിഭാഗം. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? നാഷണൽ ഹൈസ്കൂൾ വള്ളംകുളം. എവിടെയാണ്? നാഷണൽ ഹൈസ്കൂൾ വള്ളംകുളം. ഓക്കെ. അപ്പോൾ ഈ പെട്ടെന്ന് കിട്ടിയ വിഷയത്തിൽ നിന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായിരുന്നു വിഷയം? പുതിയ കാലത്തെ ജനാധിപത്യത്തിലെ ജാഗ്രതകൾ. നിങ്ങളിപ്പോൾ ഈ പ്രസംഗ മത്സരത്തിന് ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ടൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ എങ്ങനെയൊക്കെയാ തയ്യാറെടുപ്പുകൾ എടുക്കുക തലേ ദിവസം? അങ്ങനെ കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ പത്രങ്ങളിൽ വരുന്ന നന്നായിട്ട് വായിച്ച ആനുകാലിക പ്രസക്തമായ സംഭവങ്ങളായിരിക്കും ഇവര് തിരഞ്ഞെടുക്കുക വിഷയമായിട്ട് കൂടുതലായിട്ടും. ദിവസം എത്ര പത്രമൊക്കെ വായിക്കും? ദിവസം വീട്ടിൽ 2 പത്രം വരുത്താറുണ്ട്, അവ വായിക്കും. പിന്നെ TV ഒക്കെ കണ്ട് ചാനലുകളൊക്കെ കണ്ട് അറിവുകൾ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടെന്ന് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ വിഷയം കിട്ടുമ്പോൾ എന്തെങ്കിലും വല്ല പേടിയൊക്കെ പേടിച്ചിരുന്നോ? അങ്ങനെ അല്ല, നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറേ പ്രസക്തമായ വിഷയങ്ങളുണ്ട്. അതിനകത്തൊന്നു തന്നെയാണ് ജനാധിപത്യത്തിന്റെ ആ ഒരു സംരക്ഷണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പറഞ്ഞ പ്രസംഗം ഓർമ്മയുണ്ടോ? പറഞ്ഞ പ്രസംഗം അത് കാണാതെ പഠിച്ചാൽ അപ്പൊ നമ്മൾ വരുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. എന്തായിരുന്നു ആ പ്രസംഗത്തിൽ, മത്സരത്തിൽ? പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ജാഗ്രത എന്നാണ് ആ ഒരു വിഷയത്തിന്റെ ഇത്. നമ്മൾ ജാഗ്രത എടുക്കുന്ന ഒരു പ്രതിസന്ധി വരുമ്പോഴോ പ്രശ്നം വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്യാം, മോൻ നടത്തിയ പ്രസംഗം പ്രസംഗത്തിൽ ഒരു കുറച്ച് വാചകങ്ങളൊന്ന് പറഞ്ഞോളൂ. നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളും വലിയ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ മുൻ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്, ജനാധിപത്യം എന്നാൽ നമ്മളെ എതിർക്കുന്നവരോടും അനുകൂലിക്കുന്നവരോടുമുള്ള സഹിഷ്ണുതയാണ്. പക്ഷേ പല ഭരണകർത്താക്കളും അത് മറക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. അഴിമതിയും അല്ലെങ്കിൽ ചുവപ്പ് നാടയും ഒക്കെ നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് യുവതലമുറയുടെ എല്ലാം ആവശ്യമാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ ആ ഒരു ആവശ്യകതയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കണം. അത് രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, എല്ലാവരും ജാതി മത വ്യത്യാസമെല്ലാം മറന്നിട്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കണം. ഒരു സമാധാനമുള്ള ഒരു ലോകം കെട്ടിപ്പടുത്താൻ ജനാധിപത്യ ഭരണ സംവിധാനം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ വ്യക്തിയും ജനാധിപത്യത്തിന് നൽകുന്ന മുതൽക്കൂട്ട്. ഏതായാലും സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി തന്നെ ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടാണ് ഇപ്പോൾ കൊല്ലത്തുനിന്ന് വിടവാങ്ങുന്നത്. നല്ലൊരു കയ്യടി ഉണ്ണികൃഷ്ണൻ നൽകാം. ഏതായാലും ഇനി വേറെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ശനിയാഴ്ച സംസ്കൃതം പ്രഭാഷണമുണ്ട്. സംസ്കൃതത്തിലുണ്ട്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ എവിടെ വരെയായി? സംസ്കൃതത്തില് നമുക്ക് വിഷയം തരും, നമുക്ക് ഇഷ്ടമുള്ള വിഷയം സംസാരിക്കാം. ഏത് വിഷയം? ലഹരിയെ കുറിച്ചാണ് തയ്യാറെടുത്തിരിക്കുന്നത്. അപ്പൊ ഏതായാലും അതുകൂടി ഒന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. ഒന്ന് പറഞ്ഞോളൂ, പറയാൻ വഴിയോ? അതിന്റെ മത്സരം നടക്കാനിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്ക്ലൂസീവായി വെച്ചിരിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഏതായാലും സംസ്കൃത പ്രസംഗ മത്സരത്തിലും കൂടി 1ാം സ്ഥാനം നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നമ്മുടെ പവലിയൻ ഇവിടെ വാങ്ങുകയാണ്. നന്ദി. താങ്ക് യു.